ഗതാഗതക്കുരുക്ക് കാരണം പൊറുതി മുട്ടിയിരിക്കുകയാണ് മലപ്പുറം അങ്ങാടിപ്പുറം ജംഗ്ഷൻ. നമ്മൾ അവിടേക്കാണെന്ന് പോകുന്നത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ വീതി കുറവുള്ള അങ്ങാടിപ്പുറം പാലവും അങ്ങാടിപ്പുറം ജംഗ്ഷനും കൂടി കടന്നു കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. കിലോമീറ്ററുകൾ നീണ്ട ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച ഒരാടം പാലം ബൈപ്പാസ് അടക്കമുള്ള പല പദ്ധതികളും ഇപ്പോഴും കടലാസിലാണ്. അഷ്കർ അലി കരിമ്പയുടെ റിപ്പോർട്ട്. യാത്രാ ദുരിതത്തിന്റെ റോഡുകൾ ഒട്ടനവധിയുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും പരിഹാരമില്ലാത്തൊരു യാത്രാ ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് അങ്ങാടിപ്പുറത്തെത്തിയാൽ നമുക്ക് കാണാൻ കഴിയുക. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയായി റോഡായി ഇത് മാറിയിരിക്കുന്നത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് അങ്ങാടിപ്പുറം ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു അങ്ങാടിപ്പുറം പാലമുണ്ട്, അങ്ങാടിപ്പുറം ജംഗ്ഷൻ ഉണ്ട്. ഈ രണ്ട് ഭാഗങ്ങളിലായി ഇവിടെ എത്തുന്ന യാത്രക്കാർ മണിക്കൂറുകളോളം ഗതാഗത സമ്മർദ്ദത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇത് ഏത് നട്ടുച്ചയ്ക്ക് വന്നാൽ പോലും ഇതേപോലെ മണിക്കൂറുകളോളം റോഡ് ബ്ലോക്കിൽ കടന്ന് അരിച്ചരിച്ച് പോകുന്ന വാഹനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നിയന്ത്രിക്കാൻ കഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം നിരവധി മനുഷ്യരുമുണ്ട്. പലപ്പോഴും ഇവിടെയുള്ള നാട്ടുകാർ ഇറങ്ങി, വ്യാപാരികൾ ഇറങ്ങിയില്ലെങ്കിൽ ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ ഇറങ്ങി റോഡ് നിയന്ത്രിക്കേണ്ട അവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ എത്താറുണ്ട്. അത്രയേറെ ദുരിതം പിടിച്ച ദയനീയമായ റോഡ്, പക്ഷേ ഇത്രയും ദുരിതം പിടിച്ച റോഡ് വേറെ ഉണ്ടാവില്ല. അത്ര മണിക്കൂറുകളാണ് പലപ്പോഴും ഈ റോഡൊന്ന് മുറിച്ച് കടക്കാൻ കാത്തിരിക്കേണ്ടി വരുന്നത്. ഈ പെരിന്തൽമണ്ണയിൽ നിന്നും അങ്ങാടിപ്പുറം നഗരം കടക്കാൻ വെറും 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 3 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ 1-2 മണിക്കൂർ വരെയൊക്കെ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ളവർക്ക് പെരിന്തൽമണ്ണയുമായുള്ള ബന്ധം പോലും ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഈ റോഡ് വീതിയില്ലാത്തതും അതുപോലെ തന്നെ പാലം വീതിയില്ലാത്തതും റോഡിലെ കുഴികളൊക്കെ തന്നെ പ്രധാന പ്രശ്നമായി നിൽക്കുന്നു. ഇതിപ്പോൾ രാവിലെ 7 മണിക്ക് തുടങ്ങിയതാണ് ഇന്നത്തെ ബ്ലോക്ക്. ഇനിയിപ്പോൾ ഓണത്തിന്റെ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങാടിപ്പുറത്തെ കച്ചവടക്കാർക്ക് വലിയ പ്രയാസമാണ്. ഒരു വാഹനം നിർത്തിയാൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനോ ഒന്നിനും കഴിയാത്ത സ്ഥിതിയാണ്. ഹോസ്പിറ്റൽ സിറ്റി എന്ന് അറിയപ്പെടുന്നതാണ് പെരിന്തൽമണ്ണ. അങ്ങോട്ട് എന്തെങ്കിലും രോഗികളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അവിടെ എത്തുക എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. നാട്ടുകാർ പ്രതിഷേധങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇതിനൊന്നും പരിഹാരം കാണുന്നില്ല. ഇത് എന്താണ് ഇവിടെ സംഭവിക്കണമെന്നില്ല, ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും ദുരിതം ഇവിടെ 10 വർഷത്തിന്റെ മേലെയായി ദുരിതങ്ങൾ നടന്നിട്ടുണ്ട്. ആരും ഇത് വകവെക്കുന്നതല്ല. ആര് ഭരിച്ചാലും ഇവിടെ ഇങ്ങനെ വന്ന് കുടുങ്ങിക്കിടക്കുക എന്നല്ലാതെ റോഡിന് ഒരു പരിഹാരം ഇവിടെ കാണുന്നില്ല. പല രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും സമരം നടത്തുന്നുണ്ട്. MLA ആണെങ്കിലും സർക്കാരാണെങ്കിലും എല്ലാവരും സമരം നടത്തുന്നു. പക്ഷെ അവർക്ക് പരസ്പരം പഴിചാരുന്നു. ആത്യന്തികമായി ഇവിടെ ഇതിലൂടെ ദിനേന സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ ദുരിതത്തിന് ഇപ്പോഴും ഇരയായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പ്രശ്നം പരിഹാരമില്ലാതെ തുടരുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഇനി മറുപടി നൽകേണ്ടത്. അടിയന്തരമായ അധികൃതർ ഇടപെട്ട് നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ വരുന്ന ഓണ ദിവസങ്ങളിലൊക്കെ തന്നെ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണയും പൂർണ്ണമായും സ്തംഭിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന്റെ ഉദാഹരണമാണ് രാവിലെ 7 മണിക്ക് തുടങ്ങി രാത്രി 12 മണി വരെയും ഇങ്ങനെ റോഡ് സ്തംഭിക്കുന്ന ഒരു റോഡ്. പക്ഷേ കേരളത്തിൽ തന്നെ മറ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അത്രയേറെ ദയനീയ അവസ്ഥയിലേക്ക് ഈ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.